ഹായ്! എല്ലാവർക്കും സൗരി കുക്കിംഗ് ആൻഡ് മോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കുക്കീസാണ് മെറാങ് കുക്കീസ്. ഇത് നമുക്ക് പല ഫ്ലേവറുകളിലും ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുണ്ടാക്കുന്ന മെറാങ് കുക്കീസ്. അപ്പോൾ ആദ്യം നമുക്ക് 2 മുട്ടയുടെ വെള്ള വേണം. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു ചെറിയ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കാം. ഈ ബോട്ടിൽ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ എഗ് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് പൗഡർ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കണം. ഷുഗർ ഒരുമിച്ച് ചേർക്കരുത്, വളരെ കുറച്ചായി ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവില്ല. അപ്പം നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി നമുക്കിത് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിങ്ങനെ ബീറ്ററിൽ നിന്ന് താഴേക്ക് വീഴാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു പരുവമാണ് ഇതിൻ്റെ പാകം. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായി വാനില എസൻസ് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം. നമുക്കിതിൻ്റെ കൂടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്താൽ കോഫി മെറാങ് ഉണ്ടാക്കാം. അതുപോലെ കാഷ്യൂ പേസ്റ്റ് ചേർത്താൽ കാഷ്യൂ മെറാങ് ഉണ്ടാക്കാം. വേണമെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്കിപ്പോൾ ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഇനി നമുക്കിത് ഓവനിൽ ബേക്ക് ചെയ്യണം. കുറച്ചധികം നേരം ബേക്ക് ചെയ്യണം. 1.25 മണിക്കൂർ 110 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ബേക്ക് ചെയ്യണം. ഓക്കെ, ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.25 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. നമ്മുടെ മെറാങ് കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇത് എടുത്ത ഉടനെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റണം. ഇത് എല്ലാവരും ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching.